നാളത്തെ വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ട്രെയിൻ മിസ്സായി. അപ്പോൾ നേരെ ചേർത്തല ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ബസ് ഏകദേശം 4:30 ആയിട്ടുണ്ട്. രാവിലെ ഇറങ്ങാമെന്നും പറഞ്ഞിരുന്നു, പക്ഷേ നടന്നില്ല. നല്ല ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ ആലോചിക്കുക എപ്പോഴും ബസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലച്ച് ഫേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ കുറേ നാളത്തെ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ പോയി കേസായിരുന്നു. ഈ ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന ദിവസമാണ് നമ്മൾ ഇൻട്രോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ വണ്ടി എന്ന് പറയുമ്പോൾ NS200 ആണ്. ആദ്യമായിട്ടാണ് കാണാറുണ്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ആണെന്ന് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചാനലാണ് 40% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ആണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പറഞ്ഞു ഓർമ്മിപ്പില്ല. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടത് ബെല്ലൈക്കൻ എന്നെ വിടുക. അപ്പോൾ തന്നെ നമ്മൾ വീഡിയോസ് നോട്ടിഫിക്കേഷൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ട്രെയിനിന് പോകാമെന്നായിരുന്നു. വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ട്രെയിൻ മിസ്സായി. അപ്പോൾ നേരെ ചേർത്തല ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ബസ് കയറി നേരെ ആലുവയ്ക്ക് പോകാനുള്ള പ്ലാൻ. സ്ഥലം കറക്റ്റ് അറിയാമല്ലോ, കറക്റ്റ് ലൊക്കേഷൻ അറിയാമല്ലോ. ആലുവയാണെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അവർ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ നേരെ ചേർത്തല ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേർത്തല ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ വണ്ടി വെച്ചിട്ട് പോകാനാണ് ഓർത്തിരിക്കണത്. ആദ്യം ചെന്നിട്ട് ബസ്സിൻ്റെ ടൈമിങ്ങൊക്കെ തിരക്കണം എപ്പോഴാണ്. അപ്പോൾ ടൈം ഏകദേശം 4:30 ആയിട്ടുണ്ട്. രാവിലെ ഇറങ്ങാമെന്നും പറഞ്ഞിരുന്നായിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ വണ്ടി വെക്കാനാണ് ഇവിടെ വെക്കാൻ പറ്റിയല്ലേ. അവിടെ ഇതെവിടെയാണോ വണ്ടി വെക്കണം? അപ്പുറ സൈഡാണോ? ശരി. നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. വണ്ടി ഇച്ചിരി ലോങ് ആണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. നമ്മൾ ഇച്ചിരി മാറ്റി വണ്ടി വെച്ചിരിക്കുകയാണ്. നേരെ സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിൻ്റെ ടൈമൊക്കെ തിരക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ് താമസിച്ചാണുള്ളെങ്കിൽ ബൈക്കിന് തന്നെ പോകേണ്ടി വരും. ബസ്സിൻ്റെ ടൈമിങ് എപ്പോഴാണെന്ന് കറക്റ്റ് തിരക്കിയിട്ട് നോക്കാം. അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തി. ടൈം എത്ര മണിക്കാണെന്ന് തിരക്കുന്നത്? ഇപ്പോൾ ഇത് കറക്റ്റ് 4:50 ആയിട്ടുണ്ട്. നല്ല ലേറ്റ് ആകുമ്പോൾ പോയിട്ട് വരുമ്പോൾ ആലുവ വഴി പോകണം. നല്ല ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ ആലുവയ്ക്ക് എപ്പോഴാണ് ബസ്? ഏതാണ് ചേട്ടാ? അങ്കമാലിയാണോ? ആണോ? ഓക്കെ, കിട്ടി. ആലുവ ബസ് കിട്ടിയിട്ടുണ്ട്. സമയം 5 മണിയായി. ആലുവ ബസ് കിട്ടി. അങ്ങനെ നമ്മൾ ആലുവ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:05 ആയിട്ടുണ്ട്. 7:05 ആയപ്പോഴാണ് നമ്മൾ ആലുവയിൽ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോകാണ്ട്. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ട് അവിടെ പോകണം. പിന്നെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 8 മണി 8:30 ഒന്നും മിക്കവാറും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഫുള്ള് 8 മണിയാവും. അതൊക്കെ ഇനി അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിരിക്കുകയാണ്. വണ്ടി കണ്ടിട്ടൊക്കെ ഓക്കെയാണ്, നീറ്റാണ്. ഇപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ. വണ്ടിക്ക് വേറെ കുഴപ്പമുള്ളതായിട്ടുള്ളതൊന്നും തോന്നണില്ല. സ്മൂത്തൊക്കെ തന്നെയാണ്. എന്തായാലും കുറച്ചുകൂടി ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിന് പോണ വഴി ബാക്കി കാണിച്ചു തരും. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പുള്ളിക്കാരനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. വണ്ടി
ഓടിച്ചിട്ടൊക്കെ ഉള്ള അത്യാവശ്യം സ്മൂത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയൊരു ചെയിനടിയുണ്ട്, അതുമാത്രമേ ഒരു കുഴപ്പമായിട്ട് തോന്നിയുള്ളൂ. നമ്മൾ അവനെ അവിടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അവനെ പോയി പിക്ക് ചെയ്തിട്ട് നേരെ വിട്ടേക്കാൻ പോയാണ്. ക്രിസ്മസിന് മുമ്പ് വേണമെന്ന് ഭയങ്കര എന്തായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഭയങ്കര തെറി പിടിച്ചായിരുന്നു എല്ലാം ചെയ്തത്. നമുക്ക് കറക്റ്റായിട്ട് നോക്കാനൊന്നും പറ്റിയിട്ടില്ല. ഈ വണ്ടി എടുത്തിരിക്കുന്നത് ഫിനാൻസ് ഇട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻസിൻ്റെ കാര്യം സെറ്റാകാൻ ഇച്ചിരി ലാഗായത് കൊണ്ടാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് ആക്കിയത് വണ്ടി എടുക്കാൻ പോണത്. അത് കറക്റ്റായിട്ട് സെറ്റാവോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് ആക്കിയത്. വൈകുന്നേരം ആയപ്പോഴാണ് എല്ലാം റെഡി ആയത്. അവർ കൺഫേം പറഞ്ഞ് ലോൺ അപ്രൂവ് ആയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് പോകുന്നത്. പക്ഷേ രാവിലെ എടുത്തിട്ട് കറക്റ്റായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈം കൊണ്ട് കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ പാർട്സേ ഉള്ളൂ, അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യത്തില്ല. പൈസ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ. നമ്മൾ ഇന്നലെ ബാക്കി വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. നമ്മൾ നേരെ വണ്ടിയും കൊണ്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് രാത്രിയാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്താൽ നല്ല കിട്ടത്തില്ല കേട്ടോ. എറണാകുളത്തൊക്കെ വെച്ച് മാത്രമേ കിട്ടുള്ളൂ ലൈറ്റ് ഉണ്ടെങ്കിൽ. ലൈറ്റ് ഇല്ലാത്തപ്പോൾ വീഡിയോ ഒക്കെ കിട്ടാൻ ഭയങ്കര ഷോക്കാണ്. അതുകൊണ്ട് നൈറ്റ് നമ്മൾ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ബാക്കി രാവിലെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് ഇരിക്കണത്. വണ്ടിയുടെ ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നിർത്തിയിട്ട് വണ്ടിയുടെ ഫുള്ളും കാണിച്ചു തരികയാണ്. എഞ്ചിൻ്റെ അവിടെയൊക്കെ ഇച്ചിരി പെയിൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാം. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ചെയിനടിയുണ്ട്, അത്യാവശ്യം ചെയിനടിയുണ്ട്. അത് ടൈറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അതും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ടാങ്ക് തുറക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അയ്യോ തുറക്കും. ടാങ്ക് തുറക്കാൻ ഇച്ചിരി ടൈറ്റാണ്. ക്യാമറ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. വീഡിയോ എടുക്ക. കിട്ടി. യൂട്യൂബിടെ ഓക്കെ. പൂജ്യം തൊട്ടാണ്. ഓക്കെ നല്ല പറയാം. ഓക്കെ ഉണ്ട്. നൂറായി. ഓക്കെ. ഇപ്പോൾ ബീച്ചിലോട്ടാണ് പോണത് കേട്ടോ. അവിടെ പോയിട്ടാണ് ബാക്കി വണ്ടിയുടെ ഫുള്ള് ലുക്ക് മൊത്തത്തിൽ കാണിച്ചു തരാം. അതപ്പോൾ ഇത് ഏകദേശം 1 വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. 1 വർഷമായിട്ട് നമ്മൾ ഓരോ പണിക്ക് പോയി കൂട്ടി വെച്ചുള്ള പൈസക്കാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടുള്ളത്. വണ്ടി മാത്രമല്ല, വ്ളോഗിൻ്റെ എല്ലാ സാധനവും അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്. ഓരോ ചെറിയ പണിക്ക് പോകും പൈസ ഇങ്ങനെ കൂട്ടി വെച്ച് ഓരോരോ സാധനം വാങ്ങി ആണിത്. ലാസ്റ്റത്തെ ബൈക്കായിരുന്നു, ഇപ്പോൾ എല്ലായിട്ടും. വണ്ടി ഇന്നലെ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ എത്തിയപ്പോൾ ഏകദേശം 10:30 ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ വണ്ടിയിട്ട് ഓടിച്ച് ഇവിടെയൊക്കെ തന്നെ. അറിയാമല്ലോ, പുതിയ വണ്ടി എടുത്താണല്ലോ. അപ്പോൾ നിലത്തേക്കാന്ന് തോന്നണില്ലായിരുന്നു, അതുകൊണ്ട് ഇട്ട് ഫുള്ള് ഓടിച്ചിട്ടുണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 7:45 ആയിട്ടുള്ളൂ. നമ്മൾ രാവിലെ തന്നെ ബാക്കി വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ട്. എവിടെ വെക്കും? അത് ഇവിടെ അങ്ങനെ വെക്കാം കേട്ടോ. അവിടെ ഇച്ചിരി അയ്യോ ഇപ്പം പോണം ഞാൻ. വണ്ടി സ്കിഡായി പോയി കേട്ടോ, പിടച്ച് വീണായി.
ഇവിടെ ഒരു ഹാർബറുണ്ട്, ഹാർബറിലായിട്ട് കയറ്റിയല്ല. ഇപ്പോൾ എൻജിൻ ഓയിൽ ഉണ്ടോയെന്ന് പറയുമ്പോൾ അവർ വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻജിൻ ഓയിലും ചെക്ക് ചെയ്യണം. പിന്നെ വണ്ടി കുറച്ച് അപ്ഡേഷൻസ് വരുത്താനുണ്ട്. ഈ ഹാൻഡിൽ ബാർ മാറ്റി സിംഗിൾ ബാർ കയറ്റാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലായിട്ട് ടെയിൽറ്റടിയും കട്ട് ചെയ്യണം. ഇപ്പോൾ പക്കാ സ്റ്റോക്കാണ് കേട്ടോ, എല്ലാം സ്റ്റോക്കായിട്ടുള്ള അക്സസറീസും എല്ലാമാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റണമെന്ന്. പിഴിഞ്ഞു പോയല്ലേ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് കേട്ടോ. ഇത് എൻജിൻ്റെ പെയിൻറ്റ് പോയെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ്. ഇതിവിടെ കുറച്ച് എൻജിന് പെയിൻറ്റ് പോയിട്ടുണ്ട്. അതല്ല ബാക്കി കുറച്ച് ചെയിൻ അടിയുണ്ട് കേട്ടോ, നൈസ് അടിയുള്ളു. ചെറിയ രീതിക്ക് ഒരു ചെയിൻ അടിയുണ്ട്. ഈ രണ്ട് കുഴപ്പമേ ഇപ്പോൾ തോന്നുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. അത് ഈ ടെയിൽറ്റടിയും കട്ട് ചെയ്യണം. ഇൻഡിക്കേറ്ററൊക്കെ സ്റ്റോക്ക് തന്നെയാണ്, ഫുള്ള് സ്റ്റോക്കായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ടെയിൽറ്റടിയും കട്ട് ചെയ്ത് ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ഈ ഹാൻഡിൽ ബാർ മാറ്റണം. ഹാൻഡിൽ ബാർ മാറ്റി സിംഗിളായിട്ടുള്ള കയറ്റാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, വണ്ടി അത്യാവശ്യം നീറ്റാണ്, ഓക്കെയാണ്. ഇത് ഇവിടെ ഇച്ചിരി പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ഇത് വീണതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് കേട്ടോ. കാര്യമായിട്ട് കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല, ഓടിച്ച് നോക്കിയിട്ട് ഓക്കെയാണ്. പിന്നെ ഞാനിപ്പോൾ പ്ലാൻ ഓർത്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ ഹാൻഡിൽ ബാർ മാറ്റണതും ടെയിൽറ്റടി മാറ്റണതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ്. പിന്നെ മൈലേജിൻ്റെ നോക്കാം, ഇതെല്ലാം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരിക്കണം. അപ്പോൾ ഏകദേശം 2 വർഷത്തെ കാത്തിരിപ്പ്, ശരി 2 അല്ല 1.5 വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. കാത്തിരിപ്പിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോരോ ചെറിയ വർക്ക് എന്താണെന്നൊക്കെ പിന്നെ പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോരോ ചെറിയ വർക്കിന് പോയാണ് ഇങ്ങനത്തെ സാധനമൊക്കെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വണ്ടിയുമായിട്ടുണ്ട്, നമ്മളങ്ങനെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യങ്ങളിങ്ങനെ വാങ്ങിച്ച് ഹാപ്പിയാണ്. അപ്പം അവരുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വണ്ടി എടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് അവർ ഡീൽ ചെയ്തിട്ടുള്ളത് നമ്മളെ. അപ്പം ഇത്രയൊക്കെയുള്ള അപ്പോൾ ഈ ചെറിയ വീഡിയോസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു കാണാൻ വരും.